ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു കേസ് പറയുകയാണെങ്കിൽ AI വന്നതോടുകൂടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻറ്റയർലി ചേഞ്ച് ആയിരിക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ആൻസർ കിട്ടണമെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഗൂഗിൾ ചെയ്യും. ഇപ്പോൾ ഗൂഗിളിംഗ് ഇല്ല. ഗൂഗിളിന് പകരം സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടിക്ടോക്ക് ആണ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആണ്, ഇതൊന്നും ഒരു ആമസോൺ ആണ്. പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ ആമസോൺ അല്ലെങ്കിൽ അതേപോലുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യും. ഇതൊക്കെ സെർച്ച് എഞ്ചിൻസ് ആണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു എൻ്റയർ ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ചെറിയ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒക്കെ അറ്റൻഷൻ സ്പാം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഷോർട്ട് ഫോം കണ്ടൻറ്റുകൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോഴാരും ഒരു വലിയ ആർട്ടിക്കിളൊന്നും വായിച്ചിട്ട് ഒരിക്കലും ആൻസേഴ്സ് കണ്ടുപിടിക്കില്ല. അവർക്ക് ക്വിക്കായിട്ടുള്ള ആൻസേഴ്സ് വേണം. ആളുകൾ സെർച്ച് ചെയ്യുന്നത് തന്നെ മാറി വന്നു. ആളുകളിപ്പോൾ സെർച്ച് ചെയ്യുന്ന എങ്ങനെയാണ്? ജസ്റ്റ് ഫോൺ എടുക്കും, അതിനോട് സംസാരിക്കും. ഒരു ടൂളാണെങ്കിൽ അതിനോട് സംസാരിക്കും, ആൻസർ അതിൽ നിന്ന് തന്നെ കിട്ടും. ആരും ഒരിക്കലും ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടൊന്നും ആൻസർ എടുക്കുന്നില്ല. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇതിന് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്ന രീതികൾ ചേഞ്ച് ആവണം. നമ്മൾ സെർച്ച് എഞ്ചിൻസിനകത്ത് ഗൂഗിളിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ SEO എന്ന് പറഞ്ഞാൽ ഗൂഗിളായിരുന്നു മെയിൻ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വോയിസിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണം, AI ടൂൾസിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണം. ഇതാണ് ഇനി ഫ്യൂച്ചറായിട്ട് വരാൻ പോകുന്നത്.